നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മലപ്പുറം മഞ്ചേരിയിലെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണന് ഓർമ്മയില്ലേ? മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി സ്വയം നിയമം നടപ്പാക്കിയ പിതാവ്. 2001 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന കൃഷ്ണപ്രിയയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. പിറ്റേ വർഷം, അതായത് 2002 ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പ്രതിയെ ഈ പിതാവ് വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. ആ സംഭവത്തിന് ശേഷം പെൺമക്കളുള്ള മാതാപിതാക്കളുടെ മനസ്സിൽ ഹീറോയാണ് ശങ്കരനാരായണൻ. സമാനമായൊരു സംഭവം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലുണ്ടായി. മകളെ കൊലപ്പെടുത്തിയയാളെ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ പിതാവ് വെട്ടിക്കൊന്നു. പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന്റെ വൈരാഗ്യത്തിൽ അധ്യാപികയായിരുന്ന കാവ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അജിത് കുമാറാണ് കൊല്ലപ്പെട്ടത്. ജാമ്യത്തിലായിരുന്ന അജിത് കുമാറിന് കഴിഞ്ഞ മാസമാണ് ജാമ്യം ലഭിച്ചത്. ഇതറിഞ്ഞ കാവ്യയുടെ പിതാവ് പുണ്യമൂർത്തി 3 ബന്ധുക്കളോടൊപ്പം അജിത്തിന്റെ വീട്ടിലെത്തിയാണ് ഉറക്കത്തിലായിരുന്ന ഇയാളെ വെട്ടിക്കൊന്നത്. അമ്മൻപേട്ട പോലീസിൽ കീഴടങ്ങിയ 4 പ്രതികളെയും റിമാൻഡ് ചെയ്തു. അജയ് സുധ ബിജു ചേരുന്നു വിവരങ്ങളുമായി. അജയ്, ഇത്തരമൊരു സംഭവം മലയാളികളുടെ ഒരു മനസ്സിലുണ്ട്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2002 മലപ്പുറം മഞ്ചേരിയിൽ നടന്നൊരു സംഭവം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെടിവെച്ച് കൊന്ന ശങ്കരനാരായണൻ എന്ന പിതാവ്. എനിക്ക് തോന്നുന്നു ഈ സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത് ശങ്കരനാരായണനെയാണ്. സ്വാഭാവികമായും ഒരു കൊലക്കേസിൽ കോടതിയിൽ നിന്നും നീതി കിട്ടാൻ കാലതാമസമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പിതാവും, അതായത് ഈ പുണ്യമൂർത്തി, സ്വന്തം മകളുടെ ഘാതകനെ കൊലപ്പെടുത്തിയത്. അല്ല, എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം എന്താണ്? ടോം, തഞ്ചാവൂരിലുള്ള മേലെ മാലക്കുടിയിൽ വെച്ചിട്ടാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറിയത്. അതായത് കഴിഞ്ഞ നവംബറിലാണ് ഈ കാവ്യ എന്ന് പറയുന്ന ഈ സർക്കാർ സ്കൂളിലുള്ള താൽക്കാലിക അധ്യാപികയുടെ കൊലപാതകം നടന്നത്. ഈ പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം മറ്റൊരാളുമായിട്ട് ഉറപ്പിച്ചതിന് പിന്നാലെയാണ് പ്രതി ഇത്തരമൊരു കുറ്റകൃത്യം നിർവഹിക്കുന്നത്. ഈ പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്നത് വഴി സ്കൂട്ടർ തടഞ്ഞു നിർത്തി ഈ പെൺകുട്ടിക്ക് നേരെ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് വെട്ടുകയായിരുന്നു. തൽക്ഷണം തന്നെ കാവ്യ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇതിന് പിന്നാലെയാണ് ഇതിന് പിന്നാലെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. തുടർന്ന് 5 മാസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രതിയായിട്ടുള്ള അജിത് കുമാറിന് ജാമ്യം ലഭിക്കുന്നത്. ഈ 29കാരൻ ജാമ്യം ലഭിച്ച് തിരിച്ച് വീട്ടിലെത്തി രാത്രി ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നതിനിടെയാണ് അച്ഛനായിട്ടുള്ള പുണ്യമൂർത്തിയുടെ ഈ കൊലപാതകം അത് അരങ്ങേറിയത്. ഈ പുണ്യമൂർത്തി മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളായിട്ടുള്ള മറ്റ് 3 പേർ കൂടി കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇയാൾ രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് ഈ അച്ഛനും അതുപോലെ തന്നെ മറ്റ് 3 ബന്ധുക്കളും കൂടി ഈ വീട്ടിലെത്തി ഈ കൃത്യം നിർവഹിച്ചത്. ഇയാൾ മകളെ എങ്ങനെയാണോ കൊലപ്പെടുത്തിയത് അതിന് സമാനമായി തന്നെ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ അജിത് കുമാറിനെ പിതാവ് വെട്ടുകയായിരുന്നു. അജിത് കുമാറും അവിടെ വെച്ച് തന്നെ തൽക്ഷണം മരിച്ചതായിട്ടാണ് വിവരമുള്ളത്. ഈ കുറ്റകൃത്യം നിർവഹിച്ചതിന് ശേഷം ഈ അച്ഛനും മറ്റ് 3 ബന്ധുക്കളും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അമ്മൻപേട്ട പോലീസ് സ്റ്റേഷനിലാണ് ഈ 4 പ്രതികളും കീഴടങ്ങിയിട്ടുള്ളത്. 4 പേരെ നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുള്ളതായിട്ടാണ് വിവരമുള്ളത്. ഈ അച്ഛനായിട്ടുള്ള പുണ്യമൂർത്തിക്ക് പുറമെ ബന്ധുക്കളായിട്ടുള്ള എം ലോകേഷ്, അതുപോലെ ഡി രാമലിംഗം, എ കറുപ്പയ്യ എന്നിവരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഈ മകളുടെ കൊലപാതകത്തിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്നാണ് ഇവർ പോലീസിന് ഉൾപ്പെടെ മൊഴി നൽകിയത്. ഈ മകളും അതുപോലെ തന്നെ ഈ മകളായിട്ടുള്ള കാവ്യയും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ കൊല്ലപ്പെട്ടിട്ടുള്ള അജിത് കുമാറും തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നതായിട്ടാണ് നിലവിൽ പിതാവായിട്ടുള്ള പുണ്യമൂർത്തി മൊഴി നൽകിയിരിക്കുന്നത്. ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നത് ഈ പിതാവായിട്ടുള്ള പുണ്യമൂർത്തിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇതിനെ തുടർന്ന് പുണ്യമൂർത്തി ഈ ബന്ധത്തെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ വിവാഹം മറ്റൊരാളുമായിട്ട് നിശ്ചയിക്കുന്നത്. ഈ വിവാഹ നിശ്ചയത്തിന് ശേഷം ഈ പെൺകുട്ടിയായിട്ടുള്ള കാവ്യ തന്നെയാണ് ഈ അജിത് കുമാറിനോട് തങ്ങളുടെ ബന്ധം അത് ഉപേക്ഷിക്കും എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ അജിത് കുമാർ ഇതിന് തയ്യാറായില്ല. പക്ഷേ ഈ പെൺകുട്ടിയായിട്ടുള്ള കാവ്യ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരാളുമായിട്ടുള്ള ആ വിവാഹ ബന്ധത്തിന് സമ്മതിച്ചു. തുടർന്ന് അയാളുമായിട്ടുള്ള വിവാഹ നിശ്ചയം വരെ നടക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹ നിശ്ചയത്തിന് ശേഷം ഈ നിശ്ചയത്തിന്റെ ഒരു ഫോട്ടോ അത് ഈ അജിത് കുമാറിന് കാവ്യ കൊലപ്പെടുത്തിയതിന്റെ പകയിൽ അച്ഛനും ബന്ധുക്കളും ചേർന്ന് പ്രതികാരം വീട്ടുന്നത് ആസൂത്രിതമായ
കൊലമായിട്ട് തന്നെ കാണേണ്ടതല്ലേ? അതായത് ഇയാൾ പുറത്തിറങ്ങുമ്പോൾ ഈ അജിത് കുമാറിനെ കൊലപ്പെടുത്തുക എന്ന കൃത്യമായ പദ്ധതി ഈ അച്ഛനും ബന്ധുക്കൾക്കും ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഇപ്പോൾ അത്തരത്തിലാണ് പോലീസിന്റെ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള നിഗമനം. ഇവർ കൃത്യമായിട്ട് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളതും അത് തന്നെയാണ്. അതായത് ഈ പെൺകുട്ടിയുടെ കൊലപാതകം തന്നെയാണ് ഇത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് ഇവരെ നയിച്ചതെന്നാണ് നിലവിൽ മൊഴി നൽകിയിട്ടുള്ളത്. ഈ മുൻപ് നടന്നിട്ടുള്ള കാര്യം ഉൾപ്പെടെയാണ് നിലവിൽ പോലീസ് ഈ കുറ്റകൃത്യത്തിന്റെ ഒരു മോട്ടീവായിട്ട് വിലയിരുത്തുന്നത്. അതായത് ഈ പിതാവ് മകളുടെ ഈ അജിത് കുമാറുമായിട്ടുള്ള ബന്ധത്തെ ശക്തമായിട്ട് എതിർത്തിരുന്നു. ആ അജിത് കുമാർ ഒരു പെയിന്റ് പണിക്കാരനായിരുന്നു. അപ്പോൾ ഇത് കാരണം തന്നെയാണ് പുണ്യമൂർത്തി ഈ മകളുടെ ബന്ധത്തെ ശക്തമായിട്ട് എതിർത്തത്. മറ്റൊരു കുടുംബത്തിലുള്ള ഒരാളുമായിട്ട് ബന്ധമുറപ്പിക്കുകയും ഉൾപ്പെടെ ചെയ്തതാണ്. അങ്ങനെ ഈ വിവാഹ നിശ്ചയം നടന്നതിന് പിന്നാലെ ഈ പെൺകുട്ടി നിശ്ചയത്തിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഈ അജിത് കുമാറിന് അയച്ചു നൽകി. അപ്പോൾ ഇതിനെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തെ തുടർന്നാണ് അജിത് കുമാർ ഈ പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി കൊല ചെയ്തത്. ആലങ്കുടി ഗവൺമെൻറ് പ്രൈമറി സ്കൂളിലുള്ള താൽക്കാലിക അധ്യാപികയായിരുന്നു കാവ്യ. സ്കൂളിലോട്ടുള്ള വഴിക്കിടെ തന്നെയാണ് ഇവരെ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ സംഭവത്തിൽ ഈ 4 പേരും റിമാൻഡിലാണ്. പോലീസ് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെ നൽകുകയായിരുന്നു. സംഭവത്തിൽ കൂടുതൽ ദുരൂഹതയൊന്നും തന്നെ നിലവിലില്ല. കൃത്യമായിട്ട് ഈ മകളുടെ കൊലപാതകത്തിലുള്ള പ്രതികാരം തന്നെയാണ് നിലവിലുണ്ടായിട്ടുള്ള ഈ കൊലപാതകത്തിനും കാരണം എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം. വ്യക്തമാണ്. അജയ് സുധാബിജുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ഇടുക്കി നെടുങ്കണ്ടം പച്ചടിയിൽ ഇരട്ട കൊലപാതകം. പോലീസ് നടത്തിയ പരിശോധനയിൽ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതിന് പിന്നാലെ 2 മൃതദേഹങ്ങളും കണ്ടെത്തി. പൊന്നുട്ടയിൽ മേരിയുടെ വീട്ടുവളപ്പിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മേരിയെയും മകൻ റജിയെയും കുറച്ച് ദിവസമായി കാണാനില്ലായിരുന്നു. മേരിയുടെ മകൾ സിനിയുടെ പരാതിയെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് വീട്ടുവളപ്പിൽ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇത് മേരിയുടെയും മകൻ റജിയുടെയും മൃതദേഹമെന്നാണ് സംശയം. ഇളയ മകൻ സജിയെ കാണാനില്ല. ഇടുക്കി SP ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തിയാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. മറിയക്കുട്ടിയും 70 വയസ്സുള്ള മറിയക്കുട്ടിയുടെ ഒരു മകൻ റജിയെയും കാണാനില്ല എന്ന് പറഞ്ഞ് പരാതിയാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു, മിസ്സിങ്ങിന് കേസെടുത്തു 57 KP ആക്ട് പ്രകാരം. അതിൻ്റെ ബേസിൽ അന്വേഷണം നടത്തി. പക്ഷേ മനസ്സിലാകുന്ന കാര്യം ഇവരുടെ വേറൊരു മകനും കൊണ്ടുണ്ട്, സജി ഇന്നലെ വൈകുന്നേരം മുതൽ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിൽ നേരത്തെയും ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും അങ്ങോട്ടും വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണെന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അന്വേഷണം നടത്തിയപ്പോൾ സംശയകരമായ കുറേ സാഹചര്യങ്ങളുണ്ട്. അവർ രണ്ടുപേരും കൊലപ്പെട്ടതാണെന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ RDO ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം RDO താമസിയാതെ വരും. അതുപോലെ തന്നെ പോലീസ് സർജൻ സ്ഥലത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവർ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംശയിക്കുന്നത് അവരെ കൊലപ്പെടുത്തി ഇവിടെ അടക്കം ചെയ്യുന്നൊരു സംശയമുണ്ട്. എക്സ്ഹ്യൂമേഷൻ നടത്തേണ്ടി വരും. അതിനുവേണ്ടിയാണ് RDO വരുന്നത്. ഇന്നു മുതലാണ് ഈ അമ്മേനെയും സഹോദരനെയും കാണാൻ ഒരാഴ്ച എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ പറയുന്ന കഴിഞ്ഞ 9 തൊട്ട് കാണുന്നില്ല പറഞ്ഞു. 9 തീയതി തൊട്ട് നമുക്കറിയില്ല ശരിക്കും. ഈ സംശയം തോന്നിൻ്റെ പേരിലാണ് നമ്മൾ ഈ സജിയെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു. ഇല്ല, വിളിക്കാറൊന്നുമില്ല. വിളിച്ചാൽ ഞങ്ങളെ ഇങ്ങനെ അടുപ്പിക്കൽ കരുതി 2 പേരും കരുതില്ല. വഴക്കും വെക്കണോ തമ്മിൽ അങ്ങോട്ട് അടിയും ഇടിയും വെള്ളമൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെ കരുതി ഞങ്ങളൊന്നും വരാറുമില്ലായിരുന്നു. ഈ അമ്മേനെ 2 വർഷം മുന്നേ ഞാൻ തേനി കാണാൻ കൊണ്ട് ചികിത്സിച്ച് പോയി. ഈ 2 പേരും തമ്മിൽ എപ്പോഴും കള്ളുപടിയും അലമ്പുവാണ്. റജിക്കാണ് ഷുഗർ സോണ്ടിൽ, സജിക്ക് മേസ്ത്രി പണിയും കൂലിപ്പണിയൊക്കെ ആയി. നെടുങ്കണ്ടത്ത് നിന്ന് പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, ഈ അമ്മയുടെയും മകൻ്റെയും കൊലപാതകത്തിൽ ഇളയ മകൻ സജിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സജിയാണ് കൊലപ്പെടുത്തിയതെന്ന സംശയമാണ് പോലീസും പങ്കുവയ്ക്കുന്നത്. ഈ കുടുംബ പ്രശ്നമായിരുന്നോ കൊലപാതകത്തിന് പിന്നിൽ? എന്താണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്? ഏറ്റവും സജിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രശ്നങ്ങൾ തന്നെയാണ് അത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതെന്നാണ് കരുതുന്നത്. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ സമാനമായ സാഹചര്യത്തിൽ ഈ സജിയും ജ്യേഷ്ഠൻ റജിയും തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. മദ്യപിച്ചൊക്കെ പ്രശ്നങ്ങൾ പതിവായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായിരിക്കും കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോൾ
നടത്തിയ പരിശോധനയിൽ മൃതദേഹങ്ങൾ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. പോലീസ് സർജന്റെ നേതൃത്വത്തിൽ ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഇരുവരെയും കാണാനില്ലെന്ന് സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവർക്ക് ഈ 70-കാരിയായ മേരിക്കുട്ടിയും 48 വയസ്സുകാരനായ റെജിമോനെയുമാണ് കാണാതായതായി നാട്ടുകാർ സംശയിച്ചത്. കാരണം റെജിമോൻ ഇവിടെ നെടുങ്കണ്ടത്തെ ഒരു മൈക്ക് സെന്ററിൽ സഹായിയായി ജോലി ചെയ്തു വരുന്ന ആളാണ്. അയാൾ കുറച്ച് ദിവസങ്ങളായി ജോലിക്ക് എത്തിയിരുന്നില്ല. തുടർന്ന് ഇത്തരത്തിലുള്ള സംസാരം നാട്ടിലുണ്ടായും ഇവരുടെ ബന്ധുക്കളെയൊക്കെ അറിയിക്കുമായിരുന്നു. അങ്ങനെ മേരിക്കുട്ടിയുടെ മറ്റ് 2 പെൺമക്കൾ കൂടി ഉണ്ടാവിൽ ഒരാളുടെ കുടുംബം പോലീസിൽ പരാതിപ്പെടുകയും അങ്ങനെ അന്വേഷിച്ച് ഇവിടെ എത്തുകയുമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം അടക്കം ചെയ്തെന്ന് സംശയം തോന്നിയ ഒരു മേഖലയിൽ പരിശോധനകൾ ആരംഭിച്ചത്. അതായത് വീടിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് തന്നെ മണ്ണ് ഇളകിയ ഒരവസ്ഥയിൽ കാണപ്പെടുകയായിരുന്നു. അവിടെ അന്വേഷണത്തിൽ നിന്നാണ് മൃതദേഹങ്ങളുടെ അവശേഷങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും കൂടുതൽ ഫോഴ്സും ഒക്കെ എത്തി ഇവിടെ വിശദമായ പരിശോധന നടത്തുകയും 2 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടുന്ന് കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ഈ സംഭവത്തിന് ശേഷം കഴിഞ്ഞ ദിവസം മുതൽ സജിയെ ഇവിടുന്ന് കാണാതായിട്ടുണ്ട്. അതായത് ഈ പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയും മേഖലയിലേക്ക് എത്തുകയും ചെയ്തതായി മനസ്സിലാക്കിയ സജി ഇവിടുന്ന് മാറുകയായിരുന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും സജിയെ പിടികൂടുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സജിയും റജിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. മദ്യപിച്ചുള്ള വഴക്കൊക്കെ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ മേരിക്കുട്ടിക്ക് 2 മക്കൾ കൂടിയുണ്ട്, 2 പെൺമക്കളുണ്ട്. അവരെ ഇവിടേക്ക് അധികമായി വരാൻ അനുവദിച്ചിരുന്നില്ല. സജിയും അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ബന്ധം ഇവരെ ഈ കുടുംബവുമായി പുലർത്തി വന്നിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവരെ ഫോൺ വിളിച്ചാൽ പോലും ഇവർ എടുക്കുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. ഈ മേരിക്കുട്ടി നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മക്കളെ ഒന്നും ഇവിടേക്ക് എത്തിയാൽ ഇരുവരും സമ്മതിച്ചില്ല എന്നൊക്കെ അറിയാൻ കഴിയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നാട്ടുകാർ ഒരു സംശയം പ്രകടിപ്പിക്കുകയും റജിയെ കാണാനില്ലെന്ന് സംശയം പ്രകടിപ്പിക്കുകയും അങ്ങനെയാണ് ഇത് പരാതിയിലേക്ക് പോയി ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. എന്തായാലും സജിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നീങ്ങുന്നുണ്ട്. ഇത് എന്നാണ് ഈ കൊലപാതകം നടത്തിയെന്നത് സംബന്ധിച്ചുള്ള ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് വീട്ടുവളപ്പിൽ തന്നെയാണ് 2 പേരുടെയും മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടായതിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ മകൾ സിനി പരാതി നൽകിയത്? ടോം, കഴിഞ്ഞ ഈ മാസം തുടക്കം മുതൽ തന്നെ ഏകദേശം 2-ാം തീയതിക്ക് ശേഷം തന്നെ ഈ റജി ജോലി സ്ഥലത്ത് എത്തിയിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ആഴ്ചകളായി ജോലിക്ക് എത്തിയിരുന്നില്ല. ഒരു മൈക്ക് സെന്ററിൽ ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത്, സഹായിയായി ജോലി ചെയ്തിരുന്നത്. ഇവിടെ ജോലിക്ക് എത്തിയിരുന്നില്ല. ഒപ്പം മറ്റൊരു സ്ഥാപനത്തിലുമൊക്കെ സഹായിയായിട്ടൊക്കെ ജോലിക്ക് പോകുമായിരുന്നു. അവിടെയൊന്നും റജി ജോലിക്ക് എത്തിയിരുന്നില്ല. തുടർന്ന് ഇത്തരത്തിൽ സംശയം അവർ പ്രകടിപ്പിക്കുകയും തുടർന്ന് നാട്ടുകാരാണ് ഈ വിവരം ഈ മറ്റു മക്കളെ അറിയിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഇവർ പരാതിയിലേക്ക് പോവുകയും ചെയ്തത്. എന്തായാലും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ കൊലപാതകം നടന്നു എന്ന് വേണം കരുതാൻ. കാരണം ദിവസങ്ങളോളം പഴക്കമുള്ള അവസ്ഥയിലായിരുന്നു, ജീർണാവസ്ഥയിലാണ്. എന്തായാലും വിശദമായ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം ഒക്കെ ഇവിടെ സംഭവ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് തന്നെ നടത്തുന്നുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ കൃത്യം ഈ സജി ആണെങ്കിൽ അത് നിർവഹിച്ചിരിക്കും എന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും സജിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇയാളെ പിടികൂടാനുള്ള നടപടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, ഈ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അറിവോ ഉണ്ടായിരുന്നോ? കാരണം ഇത്രയും ദിവസങ്ങളായി അമ്മയെയും മകനെയും കാണാനില്ല. നാട്ടുകാർ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നോ? മാത്രമല്ല ഇത് അയൽവാസി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വീട്ടിലേക്ക് മറ്റാർക്കും ചെല്ലാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. സ്ഥിരം വീട്ടിൽ പ്രശ്നമായിരുന്നു. മദ്യലഹരിയിലുള്ള പ്രശ്നമായിരുന്നോ അതോ മറ്റ് സ്വത്ത് തർക്കമാണോ ഈ സഹോദരങ്ങളെ തമ്മിൽ ഇങ്ങനെ അകറ്റിയത്, പിന്നീട് കൊലപാതകത്തിന് കാരണമായത്? മദ്യലഹരിയിൽ പതിവായി ഇരുവരും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് പതിവാണെന്നാണ് നമുക്ക് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത്. സജിയും സ്ഥിരമായി ഇത്തരത്തിൽ വഴക്കുണ്ടാക്കിയിരുന്നു, വലിയ തോതിൽ ബഹളം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരൊന്നും ഇവിടേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. മറ്റ് സഹോദരിമാർ 2 സഹോദരിമാർ ഇവർക്കുണ്ട്. അവരെ പോലും വീട്ടിലേക്ക് അടുപ്പിക്കുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. ഇരുവരെയും
ഈ അമ്മയെ കാണാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായും മദ്യപാനത്തെ തുടർന്നുണ്ടായ ബഹളങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ സ്ഥിരമായ ഒരു വഴക്കിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഇത് തന്നെയായിരിക്കാം ഇപ്പോൾ ഒരു ഇരട്ട കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് എന്ന് വേണം അനുമാനിക്കാൻ. എന്നാൽ നാട്ടുകാർക്ക് ഈ റെജീനെ പതിവായി കാണാതായ ഒരു സാഹചര്യം വന്നതോടെയാണ് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുകയും അങ്ങനെ തുടർന്ന് ഇവരുടെ സ്ഥാപനങ്ങളിലൊക്കെ അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ ആ സ്ഥാപനങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് റെജി പതിവായി ഇപ്പോൾ ജോലിക്ക് എത്തുന്നില്ല, കുറച്ച് ദിവസങ്ങളായി ജോലിക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് ഇവർ ബന്ധുക്കളെ അറിയിക്കുകയും തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും പരാതി നൽകുകയും ഒക്കെയായിരുന്നു. എന്തായാലും നാട്ടുകാർക്ക് ഇയാളെ കുറിച്ച് ഒരു വിവരം ലഭിക്കാതെ വന്നതോടെയാണ് ഇത്തരത്തിൽ ഒരു പരാതിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. മേരിക്കുട്ടിയെ സംബന്ധിച്ചോളം മേരിക്കുട്ടിക്ക് വലിയ നിരവധി അസുഖങ്ങളുണ്ട്, വിവിധ അസുഖങ്ങളുള്ള ഒരു സ്ത്രീയാണ്, പ്രായമായ സ്ത്രീയാണ്. അവർക്ക് നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിന് പുറത്തേക്ക് അധികം ഇറങ്ങാവുന്ന വ്യക്തി ആയിരുന്നില്ല. എന്തായാലും റെജിമോൻ സ്ഥിരമായി ജോലിക്കായൊക്കെ പോകുന്ന വ്യക്തി ആയതുകൊണ്ട് ഇയാളെ കാണാതായത് സാഹചര്യം ഉടലെടുക്കുകയും അത് നാട്ടുകാർക്ക് സംശയം ഉണ്ടാവുകയും തുടർന്ന് ബന്ധുക്കളെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുകയുമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഈ പ്രതി സജി എവിടേക്ക് പോയതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇയാൾ സംസ്ഥാനം വിടാനുള്ള സാധ്യതയുണ്ടോ? ടോം, കഴിഞ്ഞ ദിവസം വരെ, അതായത് ഇന്നലെ വരെ പ്രതി സംശയിക്കുന്ന സജി ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പോലീസ് ഇന്നലെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് അന്വേഷണവുമായി എത്തുന്നത്. ഈ സമയത്ത് ഈ മേഖലയിൽ സജി ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സജി ഒരു ബാഗുമായി മറ്റെവിടേക്കോ യാത്രയ്ക്ക് പോകാതിരുന്നു എന്ന രീതിയിൽ കടപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പോലീസ് എത്തിയപാടെ ഇയാൾ ഇവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. തുടർന്ന് ആണ് ഇയാളെ കാണാതാവുന്നത്. എന്തായാലും അന്യസംസ്ഥാനത്തിലേക്ക് അടക്കം തമിഴ്നാട്ടിലേക്ക് അടക്കം കടന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ കണ്ടെത്തുന്നുള്ള നടപടികൾ അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കേട്ടോ, യെസ്, വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് നെടുങ്കണ്ടത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നെടുങ്കണ്ടത്ത് വീട്ടുവളപ്പിലാണ് അമ്മയുടെയും മകന്റെയും മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിലെ ഇളയ മകൻ സജിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നീങ്ങുന്നുണ്ട്. മകൾ സിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീട്ടുവളപ്പിൽ പരിശോധന നടത്തിയത്. നടനും ബിഗ് ബോസ് താരവും മോഡലുമായ ഷിയാസ് കരീമിനെതിരെ ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും ആരോപിച്ച് യുവതിയുടെ പരാതി. കൊച്ചിയിൽ താമസിക്കുന്ന യുവതിയാണ് പരാതിയുമായി പാലാരിവട്ടം പോലീസിനെ സമീപിച്ചത്. ഷിയാസ് കരീം 65 ലക്ഷത്തോളം രൂപ പലതവണയായി തട്ടിയെടുത്തുവെന്ന് പരാതിയിൽ പറയുന്നു. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അതേസമയം താൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും പണം തട്ടിയിട്ടില്ലെന്നും ഷിയാസ് കരീം ന്യൂസ് 18 പറഞ്ഞു. പലരും സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു കോൾ വന്നിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാറേ ഞാനിവിടെ സ്ഥലത്തില്ല, ഒരു 3 ദിവസം കഴിയുമ്പോൾ ഞാൻ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. എനിക്കറിയാൻ നമ്മൾ ആരാണ് ആക്ച്വലി എന്താ സംഭവം എന്നൊന്നും എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ആക്ച്വലി ആരും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല, ആരും പൈസ തട്ടിയെടുത്തിട്ടുമില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ പൈസ തട്ടിയെടുത്തിട്ട് എന്താണ് ഇപ്പോൾ ചെയ്യാനുള്ളത്? അപ്പൊ ഈ പരാതി നൽകിയ പെൺകുട്ടിയെ കുറിച്ച് അറിയില്ല, യുവതിയെ അറിയില്ല. എനിക്ക് ആരാന്ന് അറിയാൻ പാടില്ല. സത്യം പറഞ്ഞ എന്താ സംഭവം എന്നറിയില്ല. ഇനിയിപ്പോ ഇത് വല്ല പ്ലാൻ ചെയ്തെന്തെങ്കിലും അതിൽ നമുക്കിത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കുറെ കോൺട്രവേഴ്സികളായിട്ടും പ്രശ്നങ്ങളായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ നമുക്കിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വേണമെങ്കിലും പീഡന പരാതി കൊടുക്കാമെന്നുള്ളൊരു സമയമാണല്ലോ. എനിക്കറിയാൻ പാടില്ല സത്യം പറഞ്ഞ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇതിനു മുൻപും പല ആരോപണങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഇതിനു മുൻപ് ലൈംഗിക ആരോപണ കേസ് ഉൾപ്പെടെ ഷിയാസ് കരീമിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനം എന്താണ് യുവതി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ടോം, ഇന്ന് രാവിലെയാണ് പാലാരിവട്ടം പോലീസിന് യുവതി പരാതി നൽകിയത്. പരാതിയിൽ പറയുന്നത് ഷിയാസ് കരീം തന്നിൽ നിന്നും പലപ്പോഴായി 49 ലക്ഷം രൂപ തട്ടിയെടുത്തു. അത് ആദ്യം കോഴിക്കോട് കുറച്ച് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി, പിന്നീട് ഈ ഒരു ജിമ്മ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി. അതിൽ തന്നെ പാർട്ട്ണറാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആ പണം തിരികെ ചോദിച്ചപ്പോൾ ഇവർ തമ്മിലുള്ള ചില ദൃശ്യങ്ങൾ, അതായത് ചില നഗ്ന വീഡിയോകളടക്കം പോൺ സൈറ്റുകളിൽ പ്രദർശിപ്പിക്കും, അതോടൊപ്പം തന്നെ തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഷിയാസ് കരീം ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. 2018 ഷിയാസിനെ യുവതി പരിചയപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതി പരിചയപ്പെട്ടത്. അതിനുശേഷം 22 ഇവർ ഒന്നിച്ച് ലിവിംഗ് ടുഗദർ ആയിരുന്നു. പിന്നീട് ആ സമയത്ത് ഷിയാസ് വിവാഹിതരാണെന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഷിയാസ് വിവാഹം കഴിച്ചു എന്ന് താൻ അറിയുന്നത്. യുവതി
വിവാഹം കഴിച്ച് ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന ഒരു ആള് കൂടിയാണ്. വിദേശത്താണ് താമസിക്കുന്നത്. ഷിയാസ് അവിടെ വരുമ്പോഴൊക്കെ കാണാറുണ്ട്, ഇവർ ഒന്നിച്ച് ജീവിക്കാറുണ്ട്, ഒന്നിച്ച് താമസിക്കാറുണ്ട്. ഷിയാസ് ഈ യുവതിക്ക് നൽകിയ വാഗ്ദാനം ജീവിത അവസാനം വരെ നോക്കിക്കൊള്ളാമെന്നാണ്. പക്ഷെ അത് വാഗ്ദാനങ്ങളെല്ലാം തെറ്റിച്ച് ഷിയാസ് മറ്റൊരു യുവതിയെ കല്യാണം കഴിച്ചു. ആ സമയത്താണ് തന്റെ പണം തിരികെ ചോദിച്ചത്. അപ്പോഴാണ് ഷിയാസിൽ നിന്നും ഭീഷണി നേരിട്ടതെന്നാണ് യുവതി പാലാരിവട്ടം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഷിയാസിന്റെ ഭാര്യ പ്രസവിച്ചു. അതിനെ തുടർന്ന് ആശുപത്രിയിലാണ് ഷിയാസ്. ശേഷം സ്റ്റേഷനുമായി ബന്ധപ്പെടാമെന്നാണ് പോലീസിന് നൽകിയ മറുപടിയും. ആദ്യം ഷിയാസ് യുവതിയെ അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ഷിയാസ് ആ നിലപാട് തിരുത്തി. യുവതിയെക്കുറിച്ച് അറിയാം, തന്റെ മാതാവുമായി പരിചയമുള്ള അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന് പരിചയമുള്ള ഒരു യുവതിയാണ്. തന്നിൽ നിന്നാണ് യുവതി നിരവധി തവണ പണം വാങ്ങിയത്. അത് തിരിച്ചു ചോദിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് ഇത്തരത്തിലൊരു തനിക്കെതിരായിട്ടുള്ള വ്യാജ പീഡന പരാതി എന്നാണ് ഷിയാസ് പറയുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട്, അതായത് യുവതി പണം തട്ടിയതുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ പോലീസിന് താൻ നേരത്തെ പരാതി നൽകിയിരുന്നു. അതിപ്പോൾ കോടതിയുടെ പരിധിയിലാണ് ആ തട്ടിപ്പ് കേസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തനിക്കെതിരെ ഇപ്പോൾ വ്യാജ പരാതി വന്നിരിക്കുന്നത് എന്നുകൂടിയാണ് ഷിയാസ് കൂട്ടിച്ചേർക്കുന്നത്. നവമി, ഇതിനകത്ത് എന്തെങ്കിലും ഷിയാസിന്റെ പ്രതികരണത്തിൽ എന്തെങ്കിലും സംശയമുണ്ട്? കാരണം ആദ്യം തനിക്ക് ഇങ്ങനെ ഒരാളെ അറിയില്ലെന്ന് പറയുന്നു, പിന്നീട് പരിചയമുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇങ്ങനെയൊരു സംഭവം, കാരണം ഇത് നാളുകൾക്ക് മുൻപാണ് ഈ പരാതിക്ക് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം ഇത്തരമൊരു പരാതിയുമായി ഈ യുവതി രംഗത്തെത്താനുള്ള കാരണം എന്തായിരിക്കും? ബ്ലാക്ക് മെയിലിംഗ് ആണ്, ഷിയാസിൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമമാണ് എന്നൊക്കെയാണ് ഷിയാസിനോട് അടുപ്പമുള്ളവർ വ്യക്തമാക്കുന്ന കാര്യം. അങ്ങനെ ഈ ഒരു സംശയിക്കണോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ? അതായത് ഈ പരാതിയും ഷിയാസിൻ്റെ പ്രതികരണവും ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ പരാതിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികത, ദുരൂഹതയുണ്ടോ? ടോം, ആദ്യം ഷിയാസ് ഈ യുവതിയെ അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ആ നിലപാട് തിരുത്തിയതിന് കാരണം പിന്നീട് താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് ഈ പരാതി നൽകിയത് താൻ നേരത്തെ പരാതി നൽകിയ യുവതിയാണെന്ന് മനസ്സിലായത്. അതോടുകൂടിയാണ് യുവതിയെ അറിയാം, അല്ലെങ്കിൽ താനും ഈ യുവതിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്ന നിലപാടിലേക്ക് ഷിയാസ് തിരുത്തിയത്. അതേസമയം ഈ യുവതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഷിയാസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നത് ഷിയാസിൽ നിന്നും പണം തട്ടാനുള്ള തന്ത്രമാണ് ഈ യുവതി മെനയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ പീഡന പരാതി എന്നാണ് പറയുന്നത്. പക്ഷേ യുവതി പോലീസിന് ഇവർ തമ്മിലുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ സാമ്പത്തിക ഇടപാടിന്റെയും അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള മെസ്സേജ്, അങ്ങനെയുള്ള ചാറ്റുകളുടെ വിശദാംശങ്ങളെല്ലാം പോലീസിനെ കൈമാറിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്, അതായത് പെരുമ്പാവൂരിലുള്ള ഇവരുടെ കേസുമായി താരതമ്യപ്പെടുത്തിയതിനു ശേഷം ആ കേസിന്റെ സ്ഥിതി എന്താണ്, ഇതിൽ മറ്റെന്തെങ്കിലും ട്രാപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ യുവതി ഷിയാസിനെ ഭീഷണിപ്പെടുത്തുന്നതാണോ പണം തട്ടുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഷിയാസിനെതിരെ പാലാരിവട്ടം പോലീസിൽ യുവതി പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഷിയാസ് ഈ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഈ യുവതി തന്നിൽ നിന്നാണ് പണം വാങ്ങിയത്, അത് തിരികെ കിട്ടാതായതോടുകൂടിയാണ് പരാതി നൽകിയത്. അതിന്റെ പ്രതികാരമായിട്ടാണ് തനിക്കെതിരെ വ്യാജ പീഡന പരാതി നൽകിയിരിക്കുന്നതെന്നാണ് ഷിയാസ് വാദിക്കുന്നത്. തീർച്ചയായും ഈ ഷിയാസിനൊരു പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മളത് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഷിയാസിൻ്റെ വിവാഹത്തിന് തൊട്ട് മുൻപാണ് ഒരു പെൺകുട്ടി പരാതിയുമായി രംഗത്തെത്തുന്നത്. ഷിയാസ് കരീമിന് അന്ന് നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വന്നതാണ്. അതിനുശേഷം വിവാഹം കഴിക്കുന്നു. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് അത്തരം ഒരു പരാതികളൊന്നും ഉയർന്നു വന്നിരുന്നില്ല. പക്ഷേ ഇത് വിവാഹത്തിന് ശേഷമാണോ ഇത്തരമൊരു ബന്ധം ഈ യുവതിയുമായി തുടർന്നിരുന്നത്? അവരുടെ പരാതിയിൽ അതേക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ? ടോം, ആദ്യം ഷിയാസ് വിവാഹം കഴിക്കുന്നതിന് മുൻപാണ് യുവതിയുമായി പരിചയപ്പെട്ടത്. അവരങ്ങനെ ഒന്നിച്ചു താമസിച്ചു. യുവതിയെ ജീവിത അവസാനം വരെ നോക്കാം എന്ന് ഷിയാസ് വാഗ്ദാനം ചെയ്തു എന്നാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. പിന്നീടാണ് ഷിയാസിന്റെ വിവാഹം കഴിഞ്ഞു എന്ന വിവരം താൻ അറിയുന്നതും. ആ സമയത്താണ് പണം തിരികെ ചോദിച്ചത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഭീഷണി തുടർന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് കുറച്ചുകൂടി വ്യക്തമാകേണ്ടിയിരിക്കുന്നു. രാവിലെയാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെയും ഷിയാസിനെതിരെ ഇത്തരത്തിലൊരു പീഡന പരാതി ഉണ്ടായിരുന്നു. അത് വിവാഹത്തിന് മുൻപായിരുന്നു. പിന്നീട് അതിന്റെ
ചോദ്യം ചെയ്യലിനടക്കം ഷിയാസ് ഹാജരാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും അന്വേഷണത്തോട് സഹകരിക്കുമെന്നാണ് ഷിയാസ് പറഞ്ഞു വെക്കുന്നത്. തനിക്ക് എതിരെ ഈ നൽകുന്ന പരാതി അത് വ്യാജമാണ്, തനിക്ക് അങ്ങനെ പണം തട്ടിയെടുക്കേണ്ട ആവശ്യമില്ല, ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി ഷിയാസ് പറയുന്നുണ്ട്. യെസ്, വ്യക്തമാണ്. എന്തായാലും സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? അതിൻ്റെ സാഹചര്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ച്, അതായത് വിശദമായ അന്വേഷണം നടത്തിയ ശേഷം മാത്രമായിരിക്കുമോ നടപടിയിലേക്ക് നീങ്ങുകയുള്ളൂ? പ്രത്യേകിച്ച് ഈ പരാതിക്കൊപ്പം മനസ്സിലാക്കുന്നതനുസരിച്ച് യുവതി ചില ദൃശ്യങ്ങളടക്കം, അതായത് ഷിയാസുമായി ഒന്നിച്ചുള്ള ഫോട്ടോകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം പോലീസിന് കൈമാറിയിട്ടുണ്ട്. കൃത്യമായ തെളിവുകൾ അവരുടെ പക്കലുണ്ട്. പക്ഷേ ഈ സംഭവത്തിന് പിന്നിലൊരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? അതെല്ലാം വിശദമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കുമോ കേസും മറ്റു നടപടികളും സ്വീകരിക്കുകയുള്ളൂ? ടോം, എന്തായാലും പെരുമ്പാവൂരിൽ ഒരു കേസുണ്ടെന്നാണ് പോലീസിനോട് ഷിയാസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കേസും കൂടി താരതമ്യം ചെയ്ത് നോക്കിയ ശേഷം, അല്ലെങ്കിൽ അതിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് പോലീസ് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുവരെയും പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെയാണ് യുവതി പരാതി നൽകിയത്. ചില തെളിവുകളടക്കം, അതായത് ഇവർ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ, വീഡിയോകൾ, മറ്റു ചില ചിത്രങ്ങൾ, ഇതെല്ലാം തന്നെ പോലീസിന് മുൻപിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ചാറ്റുകൾ, ഇതെല്ലാം പോലീസിന് തെളിവായി നൽകിയിട്ടുണ്ട്. എന്നാലും പോലീസ് പരിശോധിച്ച ശേഷം കേസ് എടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നടനും മോഡലുമായ ഷിയാസ് കരീമിനെതിരെയാണ് യുവതി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തെന്നാണ് പരാതി. പാലാരിവട്ടം പോലീസ് സംഭവത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കുന്നുണ്ട്. തിരികെ എത്താൻ വേണ്ടി ശേഷം കാസർഗോഡ് പടന്നയിലെ ശൈശവ വിവാഹത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മഹൽ സെക്രട്ടറിക്കെതിരെ അഴീക്കാൽ ജുമാ മസ്ജിദിലെ ഉസ്താദ് ഗത്തീബ് റഹ്മത്തുള്ള രംഗത്തെത്തി. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതായി തെറ്റിദ്ധരിപ്പിച്ചാണ് ചടങ്ങുകൾ നടത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ. താൻ നിക്കാഹ് ചടങ്ങ് നടത്തിക്കൊടുക്കുക മാത്രമാണ് ചെയ്തത്. പെൺകുട്ടി പ്രായപൂർത്തിയായില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചടങ്ങ് നടത്താൻ അനുവദിക്കില്ലായിരുന്നുവെന്നും ഉസ്താദ് റഹ്മത്തുള്ള പറഞ്ഞു. ഇങ്ങനെ നിക്കാഹത്തെ പണിക്ക് ഇന്ന ദിവസം ടൈമിന് നിക്കാഹെന്ന് അറിയിക്കും. നമ്മൾ പോകും, നിക്കാഹ് ചെയ്യും, അവരൊക്കെ വീട്ടിട്ട് പോരും. നമ്മൾ വേറെ നമ്മൾ അറിയാനില്ല. നമ്മളത് അറിയുന്ന ആൾക്ക് കാരണം എല്ലാം അവരുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് എത്തുന്നത്. പെണ്ണിന്റെ പ്രക്കാരാണ് ഇപ്പോഴും എടുക്കാറ്, ചെക്കത്തെ പ്രക്കാരം എന്ത് പറ്റും ഇപ്പോഴും ഈ സമയം വരെ എനിക്ക് അത് പരിചയം. പള്ളിക്കാൻ പറ്റി ഔദ്യോഗികമായിട്ട് സെക്രട്ടറി ആണല്ലോ നമ്മൾ അറിയിക്കല്. സാധാരണ എല്ലാ ജമാഅത്തിലുള്ള മെമ്പർമാരും പറയുന്നുണ്ട്. സാധാരണ നടക്കല്. വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇതേറെ വിവാദമായൊരു സംഭവമാണ് പടന്നയിലെ ശൈശവ വിവാഹം. നിയമ നടപടികളായി 4 പേർക്ക്, അതായത് ഈ ഉസ്താദ് ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. അതിനിടെ ഈ
പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നിക്കാഹ് കഴിച്ച യുവാവ് നാട് വിടുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഉസ്താദാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തുന്നത് തനിക്ക് ഈ പെൺകുട്ടി പ്രായപൂർത്തിയായില്ലെന്ന് അറിവുണ്ടായിരുന്നില്ല, മഹല്ല് സെക്രട്ടറി തെറ്റിദ്ധരിപ്പിച്ചതാണ്. സംഭവത്തിന്റെ വസ്തുത എന്താണ് ബൈജു? ടോമെ, ഈ ശൈശവ വിവാഹം തന്നെ നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു ജമാഅത്ത് കമ്മിറ്റിയുടെ ഒരു വിഭാഗം തുടക്കത്തിലെ ശ്രമിച്ചത്. അത് പൊളിക്കുന്ന കൃത്യമായൊരു ദൃശ്യം, അതായത് ഈ ഉസ്താദ് ഈ വിവാഹ കാർമ്മികത്വം വഹിച്ച ഉസ്താദിന്റെ വാക്കുകളാണ് അതിൽ നിന്നും നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, റഹ്മത്തുള്ള എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്നുണ്ട്, താൻ ഈ വിവാഹം നടത്തിക്കൊടുത്തു, പക്ഷേ അത് PK താജുദ്ദീൻ എന്ന് പറയുന്ന ജമാഅത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം, അതല്ലാതെ താൻ ഏതെങ്കിലും തരത്തിൽ ഇത് പരിശോധിച്ചിരുന്നില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിവാഹം ചെയ്തു കൊടുക്കില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ആ ദൃശ്യത്തിൽ പറയുന്നത്. പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ദുരൂഹത ഉയർന്നിരുന്നു. അതായത് അവിടെ ഉണ്ടായിരുന്ന ഈ സമയത്തെ CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം ഈ രേഖകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു. പോലീസ് ഈ CCTV ഇതിന്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ആ ദിവസത്തെ ദൃശ്യം ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായൊരു തെളിവ് ഇതിൽ പുറത്തു വന്നിരിക്കുന്നു. അതായത് ചൈൽഡ് ലൈൻ പ്രവർത്തകരെയാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതോടൊപ്പം പോലീസുമുണ്ട്. അത്തരം ഇവരോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് റഹ്മത്തുള്ള എന്ന് പറയുന്ന ഈ അഴീക്കൽ ജുമാ മസ്ജിദിന്റെ ഈ ഖത്തീബ് ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ദൃശ്യമാണത്. ഏതായാലും ഇതിൽ സാബിർ എന്ന് പറയുന്ന കേസിലെ 1-ാം പ്രതി ഈ വരൻ ഇപ്പോൾ രാജ്യം വിട്ടിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ ദക്ഷിണ കൊറിയയിലേക്ക് കടന്നതായാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഈ കേസിൽ 4 പേരാണ് പ്രതികളുള്ളത്. അതായത് ഈ വരൻ സാബിർ, അതോടൊപ്പം നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഉസ്താദ്, അതോടൊപ്പം PK താജുദ്ദീൻ എന്ന് പറയുന്ന ജമാഅത്ത് സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ പടന്ന പഞ്ചായത്ത് 13-ാം വാർഡ് അംഗമാണ്. ഇങ്ങനെ 4 പേരെ, അതോട് വധുവിന്റെ പിതാവുമുണ്ട്. അങ്ങനെ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇതിൽ ഇങ്ങനൊരു വിവാഹം നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം പുറത്തു വരുന്നതും അതിൽ കൃത്യമായി ഈ ഉസ്താദ് വെളിപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനൊരു വിവാഹം താൻ നടത്തി കൊടുത്തു, പക്ഷേ അത് താൻ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞുകൊണ്ടല്ല, ജമാഅത്ത് സെക്രട്ടറി പറഞ്ഞു, അത് പ്രകാരം താൻ ഇങ്ങനെ ചെയ്തു എന്നാണ്. ഇതിൽ ആദ്യം ഈ വധുവിന്റെ വീടിനടുത്തുള്ള മഹലിൽ വെച്ചായിരുന്നു വിവാഹം നടത്താൻ ജമാഅത്ത് തീരുമാനിച്ചിരുന്നു. പക്ഷേ പ്രായപൂർത്തി ആയിട്ടില്ല എന്നറിഞ്ഞ് അവിടെ നടത്താതിരിക്കുകയും പിന്നീട് വരന്റെ വീടിനടുത്തുള്ള ഈ മഹൽ കമ്മിറ്റി ഇങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കുകയായിരുന്നു. ഏതായാലും 16 വയസ്സുള്ള പെൺകുട്ടിയാണ് ഇത്തരത്തിൽ 24 വയസ്സുള്ള യുവാവ് വിവാഹം കഴിച്ചിരിക്കുന്നത്. മാത്രമല്ല, വിവാഹം കഴിച്ച് ഇവർ ഒരുമിച്ച് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവത്തിൽ പോക്സോ കേസ് ഇതുവരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതിൽ തുടക്കത്തിൽ തന്നെ ചന്ദേര പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കേസ് അട്ടിമറിക്കാൻ ശ്രമം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആരോപണം തന്നെ ഉയർന്നിരുന്നു. പക്ഷേ അതിൽ കൃത്യമായി കോടതി ഇടപെട്ടു. ഈ ചൈൽഡ് ലൈൻ കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കോടതിയാണ് ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ കൃത്യമായ നിർദ്ദേശം നൽകുന്നത്. ഇതിനെ തുടർന്നാണ് ഇതിൽ കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായത്. ആദ്യം കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക് വരുമോ? ഇരുവരുടെയും ബന്ധുക്കൾ, മാതാപിതാക്കൾ, അതായത് നിലവിലെ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികളടക്കം, ഉസ്താദ് അടക്കം, ഈ യുവാവടക്കം പ്രതികളായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരുടെ വീട്ടുകാർക്കെതിരെ പോലീസ് മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാത്തത്? ടോമെ, ഈ വധുവിന്റെ പിതാവ് ഈ കേസിൽ പ്രതിയാണ്. ഇത് പോക്സോ ആക്ട് കൂടി ഇതിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറയാത്തത്. അതുകൂടാതെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകും. കാരണം ജമാഅത്ത് കമ്മിറ്റി യിലുള്ള ആളുകൾ, അതോടൊപ്പം ഈ വിവാഹത്തിൽ പങ്കെടുത്ത നിരവധി ആളുകളുണ്ട്. അവരുടെ എടുക്കുന്നതെല്ലാം കൃത്യമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇതിലൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായത്. എന്തായാലും കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകും. ഏപ്രിൽ 13-നാണ് ഇത്തരത്തിൽ പടന്ന ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈ പടന്ന ഈ അഴീക്കാൽ ജുമാ മസ്ജിദ് എന്ന സ്ഥലത്ത് നിന്നും ഇങ്ങനെ ഒരു വിവാഹം നടക്കുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 16 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ 24 വയസ്സുകാരനാണ് വിവാഹം കഴിച്ചത്. അതോടൊപ്പം ഈ കൂടെ താമസിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതൊരു പരാതിയായി വരികയായിരുന്നു. ചൈൽഡ് ലൈനിൽ ഈ പരാതി വന്നു. പരാതി പിന്നീട് കോടതിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം കോടതിയാണ് ഇതിൽ കൃത്യമായി കേസെടുത്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതും പിന്നീട് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു
നിന്നും ചില അട്ടിമറി ശ്രമം ഇതിലുണ്ടായിരുന്നു. ഇതിൽ ചില ആളുകളുടെ കൃത്യമായ ഇടപെടൽ കാരണം പിന്നീട് പോലീസിനെ അത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം വന്നു. ഇനി കൂടുതൽ പേർ ഈ കേസുകളിൽ പ്രതിയാവും തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം ഈ ജമാഅത്ത് കമ്മിറ്റിയിലെ ഒരു വലിയ വിഭാഗം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ പ്രത്യേക യോഗം ഇന്നലെയൊക്കെ ചേർത്തിരുന്നു. ഇനി ഭാവിയിൽ എങ്ങനെയാണ് ഇതിൽ ഇടപെടേണ്ടത് സംബന്ധിച്ചൊക്കെ തീരുമാനിക്കാൻ അങ്ങനെ ഒരു യോഗം ചേർന്നിരുന്നു. ഏതായാലും ഈ ദൃശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിവാഹം നടന്നു എന്ന് സ്ഥിരീകരിക്കുന്ന കൃത്യമായ ഒരു ദൃശ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. രേഖകളെല്ലാം നശിപ്പിച്ചിരുന്നു. അതായത് ആ വിവാഹം നടത്തിയ ആ ദിവസത്തെ രേഖ അവിടെ കാണാനില്ല. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ അന്നത്തെ ദിവസം ഏപ്രിൽ 13 CCTV ദൃശ്യങ്ങളില്ല, അതെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ തെളിവുകൾ നശിപ്പിച്ച ഒരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ കൃത്യമായി സംസാരിക്കുന്ന ഒരു തെളിവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതും ഈ കാർമ്മികത്വം വഹിച്ച, അതായത് കാസർഗോഡ് ജില്ലയിലെ ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്തരം ശൈശവ വിവാഹങ്ങൾ. അതോടൊപ്പം നിയമം മൂലം നിരോധിച്ചിട്ടുള്ള മുത്തലാഖ് ഉൾപ്പെടെയുള്ള പല നിയമവിരുദ്ധ നടപടികളും കാസർഗോഡ് നടക്കുന്നുണ്ട്. പലപ്പോഴും അതിനകത്ത് ഈ മതസാമുദായിക ആചാര്യന്മാർക്കടക്കം, അതായത് ഇതുപോലുള്ള ഉസ്താദുമാർക്കടക്കം അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിക്കടക്കം പങ്കുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഗൗരവം അവർക്ക് മനസ്സിലാകുന്നില്ലേ? കാരണം കർശനമായ നടപടി ഇത്തരം കേസുകൾ ആവശ്യമല്ലേ? തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മുത്തലാഖുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ 3 കേസുകളാണ് ന്യൂസ് 18 തന്നെയാണ് ആ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട് നേരത്തെയും കാസർഗോഡ് ജില്ലയിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം കേസുകൾ അറിയപ്പെടാതെ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് ഇവിടെ നിന്നും ഇത്തരത്തിൽ വിവാഹം കഴിച്ചതിന് ശേഷം ഈ വരൻ വിദേശത്തേക്ക് കടക്കുന്ന സാഹചര്യമുണ്ട്. ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും ഇയാൾ ഇപ്പോൾ ദക്ഷിണ കൊറിയയിലാണുള്ളത്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ വിവാഹം നടത്തി ആരും അറിയാത്ത രീതിയിൽ ചില ആൾക്കാരുടെ മാത്രം ഒത്താശ ഇങ്ങനെ ഒരു വിവാഹം നടക്കുന്നുണ്ട്, ശൈശവ വിവാഹം തന്നെ നിരവധി നടക്കുന്നുണ്ട്, പരാതി വരുന്നുണ്ട്. ഇതിൽ ഒരു എതിർ വിഭാഗം വരികയും അവരുടെ പരാതി അത് നേരിട്ട് പരാതി നൽകിയില്ല, അവരുടെ പേര് നൽകിയില്ല. അങ്ങനെ ചൈൽഡ് ലൈനെ അറിയിച്ചു. അതിനുശേഷം ചൈൽഡ് ലൈൻ ഒരു പരിശോധന നടത്തി. പിന്നീട് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. കോടതിയാണ് ഇതിൽ ചന്ദേര പോലീസിനോട് കേസെടുത്ത് ഇതിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുന്നു. പിന്നീട് പോലീസ് അങ്ങനെ നീങ്ങുന്നത്. ഇത് പോലീസ് തന്നെ പറയുന്നത് ഇത്തരം കേസുകളിൽ തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഇതിന്റെ രേഖകളൊക്കെ മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഈ കേസിലേക്ക് വന്നാൽ തന്നെ ഈ ജമാഅത്തിൽ ഉണ്ടായിരുന്ന ആ രേഖകൾ അവിടെ നിന്നും കാണാനില്ല. അങ്ങനെ ഈ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും സംസാരിക്കുന്ന തെളിവുകൾ പുറത്തു വരുന്നു. അവിടെ വലിയൊരു വിഭാഗം ഇതിനെതിരാണ്. മാത്രമല്ല ഇത്തരം മുത്തലാഖ് പോലുള്ള സംഭവങ്ങളിലെല്ലാം ഈ സമുദായത്തിൽ ഒരു വലിയ വിഭാഗം ഇതിനെതിരാണ്. വളരെ ചെറിയ ഒരു വിഭാഗമാണ് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതും നിസ്സാര കാര്യത്തിന്റെ പേരിൽ സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ജമാഅത്ത് കമ്മിറ്റിക്കെതിരെ ഇപ്പോൾ വലിയ വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. ജമാഅത്ത് ഭാരവാഹികൾ രാജിവെക്കണമെന്നവരെ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ പോലീസ് ഈ ജമാഅത്ത് ഭാരവാഹികൾക്ക് എല്ലാവർക്കുമെതിരെയും ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. നിലവിൽ 4 പേരാണ് കേസിൽ പ്രതികൾ. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വധുവിന്റെ പിതാവും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനം. വരനും ഉൾപ്പെടുത്തുന്നുണ്ട്. കാസർഗോഡ് പടന്നയിലെ ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട കേസിലാണ് പുതിയ വെളിപ്പെടുത്തൽ. തനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നാണ് ഉസ്താദ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള നീക്കത്തിലാണ്. ഇടുക്കിയിൽ 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി 3 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. ഇഞ്ചിക്കാട് സ്വദേശി ധനുഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇയാൾ പ്രണയം നടിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് മറ്റൊരാളുമായി പ്രണയത്തിലായ പ്രതി 15-കാരിയുമായുള്ള അടുപ്പം ഉപേക്ഷിച്ചു. ഈ കേസിലാണ് വീട്ടുകാരുടെ പരാതിയിൽ പ്രതിയെ പോലീസ് പിടികൂടിയത്. വിവരങ്ങളുമായി VK സ്റ്റാലിൻ ചേരുന്നു. സ്റ്റാലിൻ, ഇത് 3 വർഷം മുൻപ് നടന്ന സംഭവമാണ്. എന്തുകൊണ്ടാണ് ഈ പോലീസ് പ്രതിയെ പിടികൂടാൻ ഇത്ര അധികം വൈകിയത്? 2023 ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപമാണ് സംഭവം. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള ഇഞ്ചിക്കാട് എസ്റ്റേറ്റിലെ യുവാവിനെയാണ് ഇപ്പോൾ ധനുഷ് എന്ന 24-കാരനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാള് സമീപത്തുള്ള ഒരു കുട്ടിയുമായി വളരെ അടുപ്പത്തിലായിരുന്നു. അത് 15 വയസ്സ് മാത്രമാണ് അന്ന് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവരെ ഉപദ്രവിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ഒക്കെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇയാള് അവിടെ നിന്നും മാറി പിന്നീട് മറ്റൊരു കുട്ടിയുമായി ഇയാൾ വീണ്ടും അടുപ്പത്തിലാവുകയായിരുന്നു. അങ്ങനെ നാളുകൾക്ക് ശേഷം പിന്നീട് വീണ്ടും ഇവിടെ തന്നെ തിരിച്ചെത്തി ഈ കുട്ടിയുമായി സംസാരിക്കുകയും അതിനുശേഷം വീണ്ടും അടുപ്പത്തിലാകാൻ ശ്രമിക്കുകയും ചെയ്തു.
ഇതിനിടെ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ഇയാളെ സംബന്ധിച്ച ഉണ്ടെന്നൊക്കെയാണ് പോലീസിന്റെ ഒരു നിഗമനം. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വ്യക്തമായി നമുക്ക് പറയാനും കഴിയില്ല. എങ്കിലും പോലീസിന് ഇത്തരം കാര്യങ്ങളിൽ വലിയ സംശയമുണ്ട്. എന്താണെങ്കിലും ഈ രണ്ടാമത് തവണ ഇയാൾ എത്തിയതിനു ശേഷം ഈ കുട്ടിയെ വീണ്ടും സമീപിക്കുകയും വീണ്ടും ഇത്തരത്തിലുള്ള ശല്യങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാകും എന്നുള്ള ഒരു ധാരണ ഈ കുട്ടിക്ക് തോന്നി, ഭയം തോന്നി. അതിനെ തുടർന്ന് ഈ കുട്ടി ഈ മാതാപിതാക്കളുടെ വിവരം പറയുകയായിരുന്നു. മാതാപിതാക്കളുടെ പരാതിയെ തുടർന്നാണ് പിന്നീട് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇന്നലെ ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സ്റ്റാലിൻ, ഇത് പോക്സോ കേസാണ്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. ഇത് സമാനമായ രീതിയിൽ തന്നെ കൂടുതൽ പേരെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ? മറ്റൊരു പെൺകുട്ടിയുമായി ഇപ്പോൾ അടുപ്പമുണ്ടെന്ന് പറയുന്നുണ്ട്. അതും പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്കിലും അതിനെ സംബന്ധിച്ച് വണ്ടിപ്പെരിയാർ പോലീസ് ഒരു വ്യക്തത നമുക്ക് നൽകിയിട്ടില്ല. കാരണം അവർ കേസ് അന്വേഷണത്തിലിരിക്കുന്നു. അതുപോലെ തന്നെ പോസ്കോ കേസ് ആയതിന്റെ പേരിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്ന കാര്യത്തിൽ അവർക്ക് പരിമിതിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെ നമ്മളോട് അവർ പറയുന്നത്, പോലീസ് പറയുന്നത്. എന്നാൽ ഇയാൾക്ക് ഇത്തരത്തിലുള്ള നിരവധി ബന്ധങ്ങൾ നാട്ടിലുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. എങ്കിലും മറ്റു പരാതികളുമായിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല. ആകെ ഒരു പരാതി മാത്രമാണ് മുന്നോട്ട് വന്നത്. ആ പരാതിയിൽ പ്രകാരം അവരുടെ ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ പ്രകാരമാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസ് എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എങ്കിലും തുടർ അന്വേഷണം നടക്കുന്നുണ്ട്. നിരവധി കേസുകൾ ഇത്തരത്തിലുണ്ട് എന്നുള്ള തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനം. അപ്പം നമുക്ക് ആ കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. കാരണം മറ്റാരും പരാതിയായിട്ട് മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതിന് പോലീസിന് കുറച്ച് പരിമിതിയുണ്ട്. എത്ര നാളായി ഇയാൾ ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തിട്ടുണ്ട്? കാരണം 15 വയസ്സുള്ള കുട്ടിയാണ്. എത്ര വർഷമായി ഇവർ അടുപ്പത്തിലായിരുന്നു? എത്ര നാളുകളായി ഇയാൾ ചൂഷണം ചെയ്തിട്ടുണ്ട്? എവിടെ വെച്ചൊക്കെയാണ് പീഡിപ്പിച്ചത്? ഇത്തരം കാര്യങ്ങൾ വ്യക്തത വന്നിട്ടുണ്ടോ പോലീസിന്? ടോമേ, വണ്ടിപ്പെരിയാർ ഇഞ്ചക്കാട് എന്ന് പറഞ്ഞ ഒരു എസ്റ്റേറ്റിന്റെ പരിസരത്താണ്, എസ്റ്റേറ്റിലെ ലയത്തിലാണ് ഇവരുടെ താമസ സ്ഥലം. ഇവർ അതിന് സമീപത്തൊക്കെ തന്നെയാണ് ഈ കുട്ടിയുടെയും ഒക്കെ വീട്. 2023 മുതലാണ് ഈ ബന്ധം ഇവർ ആരംഭിക്കുന്നത്. എങ്കിലും ഏറെ നാളുകൾ, ഏതാണ്ട് 6-7 മാസക്കാലത്തോളം ഈ കുട്ടിയോട് പല തവണ ഇത്തരത്തിൽ ഉപദ്രവിച്ചതായിട്ടാണ് നമുക്ക് വിവരം നൽകാൻ കഴിയുന്നത്. എന്താണെങ്കിലും അയാളെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല. അപ്പം കൂടുതൽ ചോദ്യം ചെയ്യുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ടൊരു വ്യക്തത നമുക്ക് ലഭിക്കുക. എന്തായാലും 6-7 മാസങ്ങളോളം ഈ കുട്ടിയെ ഇയാൾ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2023 മുതലാണ്, അതായത് 3 വർഷം പിന്നിട്ടിരിക്കുന്നു. ആ സമയത്ത് കുട്ടിക്ക് 15 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ സമാനമായിട്ടുള്ള ചില കേസുകളും കൂടി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരത് സ്ഥിരീകരിക്കുന്നില്ല. മറ്റാരും പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. ഇനിയും കൂടുതൽ പരാതി ഉണ്ടാകുമെന്ന് തന്നെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ടോമേ, വ്യക്തമാണ്. അതീവ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ കേസിനെ കാണുന്നത്. 2023 15-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. പിന്നീട് ഇയാൾ മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്നു. അതിനുശേഷമാണ് ഈ പെൺകുട്ടി മാതാപിതാക്കളുടെ കാര്യം പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിലും ഇതുപോലെയൊക്കെ മക്കൾ ചൂഷണത്തിന് ഇരയാകുന്നുണ്ടാകാം. മാതാപിതാക്കളുടെയൊക്കെ അവരോട് കാര്യങ്ങൾ തിരക്കണം. അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ അതേക്കുറിച്ച് വിശദമായി മനസ്സിലാക്കണം. അവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പരാതിയുമായി പോലീസിൻ്റെ അടുത്ത് സമീപിക്കും. കൊല്ലത്ത് വ്യാപാര സ്ഥാപനത്തിൽ വൻ കവർച്ച. ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ സ്റ്റെയിൻസ് ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനത്തിൽ നിന്ന് 23 ലക്ഷം രൂപ കവർന്നു. ഇന്നലെ പുലർച്ചെയായിരുന്നു 2 അംഗ സംഘം കവർച്ച നടത്തിയത്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഇത് എപ്പോഴാണ് ഈ മോഷണം നടന്നത്? ഇതെങ്ങനെയാണ് ഈ കമ്പനിയിൽ അവർ സൂക്ഷിച്ച പണമാണോ നഷ്ടപ്പെട്ടത്? 2 അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന വിവരമുണ്ട്. CCTV ദൃശ്യങ്ങളോ മറ്റോ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പ്രതികളെ CCTV ദൃശ്യങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം, ഇന്ന് പുലർച്ചെ 2 മണി കഴിഞ്ഞാണ് ഈ ഒരു മോഷണം നടന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ജില്ലാ ആശുപത്രിക്ക് സമീപത്തുള്ള വലിയൊരു സ്ഥാപനമുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെയാണ് ആ മോഷണം നടന്നിരിക്കുന്നത്. വലിയ മോഷണമാണ്. 23 ലക്ഷം രൂപയാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടാക്കൾ കവർന്നത്. ഇതിൻ്റെ മോഷണ രീതി തന്നെ പോലീസിനെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പിൻഭാഗത്തെ ഷട്ടർ പൊളിക്കുകയും മോഷ്ടാക്കൾ ഉള്ളിൽ പ്രവേശിക്കുകയും CCTV ദൃശ്യങ്ങൾ എല്ലാ ദൃശ്യങ്ങളും നശിപ്പിച്ചാണ് CCTV ക്യാമറകൾ
സഹിതം അതിൻ്റെ ഹാർഡ് ഡിസ്ക് സഹിതം നശിപ്പിച്ചാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 20 ലക്ഷം രൂപ, അതുപോലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 3 ലക്ഷം രൂപ, അങ്ങനെ ആണ് 23 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട് ടോം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് അറിയാവുന്നവരാണോ ഈ ഒരു മോഷണത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ബാങ്ക് അവധിയായിരുന്നു. ശനിയാഴ്ച വരെ നടന്ന ബിസിനസ്സിൻ്റെ പൈസയാണ് ഇവർ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത്. അതാണ് മോഷണം പോയിരിക്കുന്നത്. എല്ലാ ദിവസവും അതായത് ബാങ്കിൽ ഇവർ പൈസ നിക്ഷേപിക്കുന്നതാണ്. ശനിയാഴ്ച കഴിഞ്ഞ് ബാങ്കില്ലാഞ്ഞത് കൊണ്ടാണ്, ഞായറാഴ്ച അവധിയാണ്, കടയിൽ തന്നെ സൂക്ഷിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ 2 പേരുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് മറ്റൊരു ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. PP കിറ്റ് ധരിച്ച് വരുന്ന പോലെയുള്ള ഒരു രൂപമാണ് 2 പേരുടെയും കാണാൻ സാധിക്കുന്നത്. പോലീസ് ഇത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സമീപത്തുള്ള CCTV ക്യാമറകൾ അടക്കം പരിശോധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത്. എന്തായാലും മോഷ്ടാക്കൾ പിടിയിലാകും, ഉടൻ തന്നെ പിടിയിലാകും എന്നുള്ള ഒരു അറിയിപ്പാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭ്യമായിരിക്കുന്നത്. ഫോറൻസിക് സംഘമടക്കം സ്ഥാപനത്തിലെത്തി വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. സ്ഥാപനത്തിലുള്ള ജീവനക്കാരെ എല്ലാം മൊഴി രേഖപ്പെടുത്തുന്നുമുണ്ട് കേട്ടോ. യെസ്, എന്തായാലും കൃത്യമായും ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിവുള്ളവരാകാം മോഷണത്തിന് പിന്നിലെന്നൊരു സൂചനയാണോ പോലീസിനുള്ളത്? കാരണം സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിനുള്ളിൽ ഇത്രയധികം പണം സൂക്ഷിക്കാറില്ല. ഇത് അതേക്കുറിച്ച് അറിവുള്ളവർ, അതല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ, അല്ലെങ്കിൽ മുൻപ് ഇവിടെ ജോലി ചെയ്തിട്ടുള്ളവർ, അങ്ങനെയുള്ള ആളുകളിലേക്കാണോ അന്വേഷണം നീങ്ങുന്നത്, അതോ സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചാണോ പോലീസിൻ്റെ നീക്കങ്ങൾ? തീർച്ചയായും അത്തരത്തിലുള്ളൊരു അന്വേഷണം തന്നെയാണ്, പഴുതടച്ചുള്ളൊരു അന്വേഷണം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മൊഴി ഈ സ്ഥാപന ഉടമയുടെയും സ്ഥാപനത്തിലെ മാനേജറുടെയും മൊഴി കൃത്യമായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ്. സമീപത്തായിട്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോയവരടക്കം അവരുടെ ഒരു ലിസ്റ്റ് ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൃത്യമായൊരു അന്വേഷണം, അതായത് സമീപത്തുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ, ഈ സമയവുമായിട്ട് ബന്ധപ്പെട്ട് സമീപത്തുള്ള ക്യാമറകളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. അതുവഴി കടന്നുപോയ വാഹനങ്ങളുടെ ഫുൾ ലിസ്റ്റ് അവർ ശേഖരിച്ചിട്ടുണ്ട്. അപ്പം പരിചയമില്ലാത്ത വാഹനങ്ങൾ കടയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്തടക്കമുള്ള കൃത്യമായിട്ടുള്ള വലിയൊരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. 23 ലക്ഷം രൂപയാണ് ഈ സ്ഥാപനത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. മുൻപും സമാനമായ രീതിയിൽ തൊട്ടടുത്തുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടന്നതായിട്ടാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പോലീസ് അന്ന് അന്വേഷിച്ച പ്രതികളെയൊക്കെ പിടികൂടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ടോം. ഈ സമീപകാലത്ത് മോഷണക്കുറ്റവുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവർ അവരുടെ ലിസ്റ്റ് പോലീസ് ശേഖരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ചില മോഷണ രീതികൾ പോലീസിന് അറിയാം, ചില മോഷ്ടാക്കളുടെ ചില രീതികൾ അറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ജയിലിൽ നിന്നും ഈ അടുത്ത സമയത്ത് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരുണ്ട്, ജാമ്യത്തിലിറങ്ങിയവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ലിസ്റ്റും പോലീസ് ശേഖരിച്ചിട്ട് അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ട്. എന്തായാലും പഴുതടച്ചുള്ളൊരു അന്വേഷണത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ജില്ലയിൽ നഗര ഹൃദയത്തിൽ തന്നെയാണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. അതീവ ഗൗരവമാണ്. നിരവധി CCTV ക്യാമറകൾ എല്ലാം തന്നെയുള്ള അതീവ സുരക്ഷയുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. വളരെ ഗൗരവത്തോടെ തന്നെയാണ് പോലീസും നാട്ടുകാരും എല്ലാം തന്നെ ഇത് കാണുന്നതും. എന്തായാലും ഈ പ്രതികളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം കേട്ടോ. യെസ്, വ്യക്തമാണ്. കൊല്ലത്ത് നിന്ന് വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി മാങ്കുളത്ത് വനിതാ പഞ്ചായത്ത് അംഗത്തെ കാണാതായ സംഭവം നാട്ടിൽ വലിയ ആശങ്ക വരുത്തിയിരുന്നു. പോലീസും നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ പഞ്ചായത്ത് അംഗമായ ധന്യ ഗണേശനെ കണ്ടെത്താനുള്ള തിരച്ചിലായിരുന്നു. ഒടുവിൽ ധന്യയെ കണ്ടെത്തിയെന്ന വാർത്തയാണ് വരുന്നത്. മാങ്കുളം 50-ാം മൈലിന് സമീപം ഒഴിഞ്ഞ വീടിൻ്റെ ബാത്റൂമിനുള്ളിൽ അവശ നിലയിലാണ് ഇവരെ കണ്ടെത്തിയത്. ഏപ്രിൽ 22-നാണ് ധന്യയെ കാണാതായത്. തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇന്ന് രാവിലെ പോലീസും ഡോഗ് സ്ക്വാഡും നാട്ടുകാരും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. ധന്യയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രിൻസ് ജെയിംസ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. പ്രിൻസ്, ഈ ധന്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതേ തുടർന്ന് ഇവർ വീട് വിട്ടു പോയതാണെന്നുമായിരുന്നു തുടക്കത്തിൽ പുറത്തു വന്ന വിവരം. ഇപ്പോൾ ധന്യയെ കണ്ടെത്തിയിട്ടുണ്ട്. അവശ്യ നിലയിലാണ് കണ്ടെത്തിയത്. എന്താണ് പോലീസും നാട്ടുകാരും നൽകുന്ന വിവരം? ടോം, കഴിഞ്ഞ 22-നാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് മെമ്പറായ കാണാതാവുന്നത്.
ഈ ധന്യയും ഭർത്താവും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു. ഇത് തമ്മിൽ വഴക്കൊക്കെ സർവ്വസാധാരണമായിട്ടാണ് നാട്ടുകാരുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ധന്യയെ കാണാതായ ഉടൻ തന്നെ നാട്ടുകാർ കുടുംബങ്ങളും പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ തുടർന്ന് കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തും ഉണ്ടായില്ല എന്നൊരു ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ പോലീസും ഡോഗ് സ്ക്വാഡും ഒപ്പം നാട്ടുകാരും ജനപ്രതിനിധികളും മാങ്കുളം പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ചേർന്ന് പ്രദേശത്ത് ശക്തമായ ഒരു തിരച്ചിൽ നടത്തുകയായിരുന്നു. തുടർന്നാണ് മാങ്കുളം 50-ാം മൈൽ സമീപവും ആളൊഴിഞ്ഞ വീട്ടിലെ ശുചിമുറിയിൽ അവശ നിലയിൽ ധന്യയെ കണ്ടെത്തിയത്. ഈ ധന്യയെ ഇവിടെ നിന്നും ഉടൻ തന്നെ അടിമാലിലെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ട് വലിയ അവസ്ഥയിലാണ് ഇവർ കണ്ടെത്തുന്നത്. അതായത് 22-ാം തീയതി കാണാതാവുന്നു. ഇത്രയും ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ഈ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഒക്കെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവം എന്നതിനെ കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. എങ്ങനെയാണ് ഇവരുടെ ഇഷ്ടപ്പെട്ടത് സംബന്ധിച്ച് വ്യക്തതയില്ല. എന്തായാലും കാണാതായ ശേഷം കൃത്യമായ ഒരു അന്വേഷണം നടന്നില്ല എന്നൊരു ആരോപണമൊക്കെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇനി കൃത്യമായ ഒരു വിവരം ലഭിക്കണമെങ്കിൽ ധന്യയുടെ ആരോഗ്യസ്ഥിതി ഇതിന്റെ എടുക്കേണ്ടതുണ്ട്. എന്തായാലും ചികിത്സ നടന്നു വരികയാണ്. അനുസരിച്ചുള്ള നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ ധന്യ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുമ്പോൾ മാത്രമേ എന്താണ് ഈ പ്രശ്നത്തിൽ അല്ലെങ്കിൽ കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വരികയുള്ളൂ. എങ്ങനെയാണ് ഇവരെ എത്തപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇവർ തമ്മിൽ ധന്യയും ഭർത്താവും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നാട്ടുകാർ പങ്കുവച്ചിരുന്നു. അതൊക്കെ ആവാം ഇത്തരത്തിൽ വീട് വിട്ടിറക്കി പോകാനുള്ള ഒരു കാരണത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് വേണം കരുതാൻ. എന്തായാലും അത് മറിച്ച് മറ്റാരെങ്കിലും ഇടപെട്ട് ഇവിടേക്ക് എത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ധന്യയുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ. അതായത് പ്രിൻസ്, ഏകദേശം 5 ദിവസമായി ധന്യയെ കാണാതായിട്ട്. ഈ 5 ദിവസമായി ധന്യ എവിടെയായിരുന്നു എന്ന് അറിയണം. എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഇവർ അവശനില ആയത് എങ്ങനെയാണ്, മറ്റെന്തെങ്കിലും ആരെങ്കിലും ഇവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം മറ്റും ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതല്ലേ? ടോം, തീർച്ചയായും കൃത്യമായ മതത്തിലുള്ള എല്ലാ വിവരങ്ങളും പുറത്തു അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അവരൊരു ജനപ്രതിനിധി കൂടിയാണ്. 5 ദിവസമായി ഇവർ ഈ മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവരെ കാണാതാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതേസമയത്ത് അതേ ഭാഗത്തെ ആളൊഴിഞ്ഞ മുൻകാലങ്ങളിൽ ഒരു ദുരൂഹമായൊരു മരണം നടന്ന ആളൊഴിഞ്ഞ ആളുകൾ ഉപയോഗിക്കാതായ ഒരു വീട്ടിലാണ് ഇവരെ കണ്ടെത്തിയത്. ആ വീടിന്റെ ശുചിമുറിയിലാണ് ഇവരെ അവശനിലയിൽ കണ്ടെത്തിയത്. ഇത്തരത്തിലുള്ള വിവിധ കാരണങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടത്, ഈ വീട്ടിൽ നിന്ന് ഇവർ സ്വമേധയായി ഇവിടേക്ക് എത്തുകയായിരുന്നോ, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവിധ കാര്യങ്ങളെ കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഇവർ ഒരു വീട്ടിൽ നിന്ന് എത്തിയതാണെങ്കിൽ പോലും ഇത്ര ദിവസമായിട്ടും എന്തുകൊണ്ട് മറ്റൊരാളുമായി ബന്ധപ്പെട്ടില്ല, അല്ലെങ്കിൽ വേറെ ആളുകളിലേക്ക് വിവരങ്ങൾ അറിയിച്ചില്ല, താൻ മാറുന്ന വിവരങ്ങൾ അറിയിച്ചില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ദിവസങ്ങളോളം ഭക്ഷണമൊന്നുമില്ലാതെ ഒരു മേഖലയിൽ കഴിയുന്ന ആൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് മാറാനുള്ള ശ്രമങ്ങളൊക്കെ സ്വീകരിക്കുമായിരിക്കും. അത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല. തുടങ്ങി വിവിധ കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. എന്തായാലും ധന്യ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ചൊരു കൃത്യത വരത്തുള്ളൂ. അതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മികച്ച ചികിത്സ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അടിമാലിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ടായുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ആരോഗ്യസ്ഥിതി വ്യക്തമായതിനു ശേഷം കൃത്യമായ ഒരു വിവരം ലഭിക്കുമെന്നാണ് കരുതുന്നത് കേട്ടോ. യെസ്, വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം ധന്യയെ ഈ മാസം 22-ാം തീയതിയാണ് കാണാതാകുന്നത്. 5 ദിവസത്തിന് ശേഷം മാങ്കുളത്ത് നിന്നും, അതായത് ഒരു ആളൊഴിഞ്ഞ വീടിന് സമീപത്തെ ബാത്റൂമിൽ നിന്നും ധന്യയെ കണ്ടെത്തിയിരിക്കുന്നു. അവശനിലയിലായിരുന്നു ധന്യ. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. ഹോട്ടലിൽ പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.